വണ്ടി കണ്ട ഇത് രവി എന്ന് പറഞ്ഞ ബസ്സാണ്. ടാറ്റ റാഞ്ചി ടാറ്റ ഓടുന്ന ബസ്സാണ് ഈ കാണുന്നത് കേട്ടോ. രവി ഇത് പക്ഷേ ഇത് സ്റ്റേറ്റ് വണ്ടിയാണ്, സർക്കാർ. അതായത് ഇവിടുത്തെ JSRTC ജാർഖണ്ഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടിയാണിത്. അവരുടെ അണ്ടറിലാണ് ഓടണോ. നോക്കിയാൽ ജാർഖണ്ഡ് സർക്കാർ കണ്ടോ, ഗവൺമെൻറ് ഓഫ് ജാർഖണ്ഡ് ദ്രുതഗതി വാതു ഡീസൽ ബസ് സേവ. ഇത് സ്റ്റേറ്റ് വണ്ടിയാണ്, പക്ഷേ ഇത് പ്രൈവറ്റ് ബസ്സാണിത്. പ്രൈവറ്റ് ബസ്സാണ്, പക്ഷേ ഇത് സ്റ്റേറ്റ് വണ്ടിയായിട്ടാണ് ഓടണത്. അത് നമ്മുടെ നാട്ടിലും വേണമെങ്കിൽ ഈ ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ വേണ്ടി, ഇപ്പോൾ കേരളത്തിലുള്ളൊരു KSRTC ഭയങ്കര നഷ്ടമാണ്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ മാത്രമല്ല, ജാർഖണ്ഡ് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ പല സ്റ്റേറ്റുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ബസ്സിൻ്റെ അകത്ത് അതിൻ്റെ ആളുണ്ട്, അപ്പോൾ അവരോട് നമുക്കൊന്ന് അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ബായിട്ടാ വണ്ടി ഡ്രൈവർ ആയിക്കാ, ഇതാണ് ബായിയുടെ ഡ്രൈവർ. അപ്പോൾ ആളോട് നമുക്ക് भाई ये बस सरकार के अंदर में चलेगा, അപ്പോൾ सरकार का क्या बेनिफिट है? कमीशन है क्या? वो सरकार परमिट दिएगा, वो सरकार दिएगा परमिट में तुम चल रहे है, सरकार का कमीशन है. कमीशन कटता है कितना में कमीशन है क्या? 10,000 में 1,000. ആ 10,000 में 1,000 കട്ടേക്കാ. അച്ഛാ, അപ്പോൾ 10,000 രൂപയ്ക്ക് വണ്ടി ഓടിക്കഴിഞ്ഞാൽ 1,000 രൂപ സർക്കാരിന് കൊടുക്കണം. സർക്കാർ കട്ടാക്കും, പക്ഷെ പെർമിറ്റും സർക്കാർ കൊടുക്കും. वंडी का खर्चा पूरा तुम्हारा मालिक देगा. अच्छा, सरकार का कुछ नहीं. अच्छा, सरकारी टोकन कटता है. अच्छा, 150. पूरे सरकार का कौन सा जगह का परमिट दिएगा, वो परमिट में चल रही गाड़ी. सरकारी बस स्टैंड. हाँ, सरकार के बस स्टेशन अंदर में चल रहे. अंदर जो टाउन में है ना, हाँ, ओवर ब्रिज पास. हाँ, പിന്നെ സർക്കാരിൻ്റെ പെർമിറ്റ് തരുമെന്ന്. ഓക്കെ ഭയ്യ, സർക്കാരിൻ്റെ പെർമിറ്റ് തരും. സർക്കാരിൻ്റെ പെർമിറ്റ് തരുന്നിടത്ത് സർക്കാർ ഓടണം. അപ്പോൾ 10,000 രൂപയ്ക്ക് ഓടുമ്പോൾ 1000 രൂപ കട്ടാക്കും. 1000 രൂപ സർക്കാർ ടോക്ക് എടുക്കും. പിന്നെ സർക്കാരിൻ്റെ ബസ് സ്റ്റാൻഡുകളിലൂടെയൊക്കെ ഓടാം. ബസ്സിൻ്റെ പെർമിറ്റോ കാര്യങ്ങളോ, ബസ്സിന് എന്ത് പണിയോ വന്നല്ലോ കണ്ടോ. നോക്കിയേ, ഇതുണ്ടോ പ്രൈവറ്റ് പാർട്ടി കണ്ടോ. ബസ്സിന് എന്ത് പണിയോ കാര്യങ്ങളോ വന്നാൽ ഒരു കാര്യവും സർക്കാർ നോക്കില്ല. അതൊക്കെ പ്രൈവറ്റ് ബസ്സിൻ്റെ മുതലാളിമാർ നോക്കണം. ഇത് നല്ലൊരു ഐഡിയ അല്ലേ? ഇത് നമ്മുടെ കേരളത്തിലും ഇത് ചെയ്തുകൂടെ? കാരണം കേരളത്തിലെ KSRTCക്ക് പോകുന്നത് തന്നെ, കേരളത്തിലെ KSRTCക്ക് ഭയങ്കര നഷ്ടമാണ്. KSRTCക്ക് ഭയങ്കര നഷ്ടത്തിലാണ് KSRTC ഓടുന്നത്. അപ്പോൾ നമ്മുടെ KSRTCക്കും ഇങ്ങനെ ചെയ്തു. എന്തൊക്കെ ബസ് നോക്കി കഴുകി നല്ല തുടച്ചതിൻ്റെ ക്ലീനർമാർ സാധാരണ പ്രൈവറ്റ് ബസ്സിലെ ആൾക്കാർ ചെയ്യുന്ന പോലെ വണ്ടിയൊക്കെ തുടച്ച് അടിപൊളിയായിട്ട് കഴുകി വൃത്തിയായി. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതേപോലെ ചെയ്യുകയാണെങ്കിലോ നമ്മുടെ നാട്ടുകാർക്ക് നല്ലൊരു അടിപൊളി പ്രൈവറ്റ് ബസ്, നല്ല ബസ്, KSRTCയിൽ നല്ല ബസ്സിൽ യാത്ര ചെയ്യാം. KSRTCക്ക് ഇത്ര നഷ്ടം വരും. പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ കേട്ടത് KSRTCക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലാത്തൊരു ഇതുണ്ട്. കാരണം തിരുവിതാംകൂർ രാജകുടുംബമായിട്ട് എന്തോ കരാറുണ്ട് KSRTC ആയിട്ട്. അപ്പോൾ അത് കാരണമൊക്കെ ആയിരിക്കും അങ്ങനെ നടത്താൻ പറ്റാത്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ സർക്കാരിൻ്റെ അധികാരികളൊന്ന് കാണട്ടെ. ഇപ്പോൾ ഞാനിവിടെ ജാർഖണ്ഡിൽ നമ്മളൊന്ന് കുളിക്കാൻ പോയപ്പോൾ ഇതൊക്കെ കണ്ടാണ്. ഒറീസയിലും ഇങ്ങനെയൊക്കെയാണ്, ജാപ്പാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്റ്റേറ്റുകളിലും ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്താം കേട്ടോ.